ജമ്മുകശ്മീരിലെ പൂഞ്ച് ഭീകരാക്രമണത്തിന് മറുപടി നൽകാനൊരുങ്ങി സൈന്യം. വാഹനവ്യൂഹത്തിന് നേരെ വെടിവയ്പുണ്ടായ ഷാസിത്താറിന് സമീപത്തുള്ള വനമേഖലയിൽ തെരച്ചിൽ നടത്താൻ കൂടുതൽ സംഘത്തെ നിയോഗിച്ചു. ആക്രമണം നടത്തിയ ഭീകരർ പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ളവരാണ് എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ കെ, ഈ മേഖല അത് നേരത്തെ സൈന്യത്തിന്റെ പരിധിയിലുള്ള മേഖലയാണോ? അവിടെ എന്താണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ തെരച്ചിലൊക്കെ പുരോഗമിക്കുന്നത്? അപ്പോൾ ഈ ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് പ്രജിൻ. ഈ 6 പേരെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പ്രാദേശികമായിട്ടുള്ള സഹായം ഈ ഭീകരർക്ക് ലഭിച്ചു എന്ന വിവരം സേനയ്ക്ക് ലഭിക്കുന്നത്. സംയുക്ത സേനയാണ് ഈ തെരച്ചിൽ അടക്കമുള്ളത് നടത്തുന്നത്. ഈ അന്വേഷണം NIA ഏറ്റെടുക്കുന്നതിന്റെ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ ഉൾവനത്തിനുള്ളിൽ തെരച്ചിൽ നടത്തുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള നടപടികളിലാണ് ഇപ്പോൾ സേന ഉള്ളത്. ഭീകരർ ഈ വനത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ ഉള്ളത്. വ്യോമമാർഗം ഉള്ള തെരച്ചിലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഭീകരരെ കണ്ടെത്താൻ സാധിക്കും എന്ന ഏറ്റവും വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന നിഗമനത്തിലാണ് ഉള്ളത്. ശക്തമായിട്ടുള്ള തിരിച്ചടി ഈ വിഷയത്തിൽ നൽകും എന്ന് ഇന്നലെ തന്നെ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ 3ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടാകുന്നത്. വളരെ വലിയ രീതിയിൽ സേനയെ സംബന്ധിച്ച് ഈ ഒരു ആക്രമണം ഒരു സൈനികന്റെ വീരമൃത്യുവിനടക്കം കാരണമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഏതായാലും ഈ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നത് ഇന്നടക്കമുള്ള ദിവസങ്ങളിൽ തുടരാനാണ് അന്വേഷണ സംഘത്തിന്റെയും തീരുമാനം. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.